ഓക്കെ കംപ്ലീറ്റ് റേറ്റ് വ്യത്യാസം വന്നിട്ടുള്ള വീഡിയോ ആണ്. അത്യാവശ്യം വണ്ടിക്കെല്ലാം വില കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ കിട്ടുമ്പോൾ മാത്രമേ ഈ കുറഞ്ഞ സ്കൂട്ടറിന്റെയും മൈലേജ് വണ്ടികളുടെയും കലവറയുള്ളൂ ഇങ്ങോട്ട് മൊത്തം. അതെ അതെ, MDക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്. 24 മോഡൽ ഏത് കളർ വേണേലും, ഇനി ബ്ലാക്ക് വേണോ, സിയാൻ ബ്ലൂ വേണോ, വൈറ്റ് വേണോ, ഏത് വേണമെങ്കിലും 1,59,000 രൂപയ്ക്ക് 24 മോഡൽസ് മൊത്തം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള എല്ലാം കാണിച്ചു തരാം. 24 മോഡൽ കേട്ടോ. നിസാര കിലോമീറ്റർ, 12,000 കിലോമീറ്റർ. RTR 310 പുതിയത് മൊത്തം വണ്ടി 2000 കിലോമീറ്റർ ഓടിയ വണ്ടി 67,000 രൂപയ്ക്ക് കൊടുക്കാം. ഓഫർ പ്രൈസിൽ കൊടുക്കാം. വെറും 7000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല പക്ക ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടി. BMs എല്ലാം ഓഫർ പ്രൈസ് ആയിട്ടേക്കുന്നത്. ADV 250 ഞാൻ പറയുന്ന റേറ്റിന് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് എങ്ങും കിട്ടത്തില്ല. 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ഇനി BMന്റെ ചാകരയുള്ളൂ. BMWs നമുക്കൊരു 25 എക്സ്പൾസ് റാലി എല്ലാ വണ്ടിക്കും ചെക്കിംഗ് വാറണ്ടി തരുന്നുണ്ട്. ഇതിനുള്ളിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. നല്ല മാർക്കറ്റ്. എത്ര വണ്ടി? ഏകദേശം ഒരു 8 വണ്ടിയോളം നമ്മളിപ്പോൾ കൊടുത്തു. ഫ്രീഡം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു കിടുക്കൻ വീഡിയോ വന്നേക്കാണ്. കിടുക്കൻ യൂസ്ഡ് ബാക്ക് ഷോറൂമിലെ വീഡിയോ ആണ്. പ്രീമിയം കാറ്റഗറിയുടെ അങ്ങേയറ്റമുള്ള ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്. അതും മാത്രമല്ല ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉള്ള ഷോറൂമാണ്. ലൊക്കേഷൻ എവിടെയെന്ന് അറിയാമോ? എറണാകുളം ജില്ലയിൽ കലൂർ കത്രിക്കടവ് റോഡുള്ള ലെക്സ് മോട്ടോറാഡ് എന്ന പ്രീമിയം യൂസ്ഡ് ബാക്ക് ഷോറൂമിലെ ഗൈസ് ഞാൻ ഉള്ളത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളെ പരിചയപ്പെടണ്ടേ? അതേ നിൽക്കുന്നു ഇവിടുത്തെ മുതല്, അവിടുത്തെ ആള് നമ്മുടെ അച്ചു ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമില്ല. നമ്മള് ഒരു വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തായിരുന്നു, GSTക്ക് മുന്നായിരുന്നു. എന്തോ നിർഭാഗ്യം എന്ന് പറയാം, നമ്മ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ GSTയുടെ റേറ്റ് കുറഞ്ഞു. അതോടെ തന്നെ ഇവരും വില കുറച്ചായിരുന്നു. അപ്പൊ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും അടങ്ങുന്ന ഒരു റീലും ഇവര് ചെയ്തായിരുന്നു. നമ്മൾ കമന്റ് ബോക്സിലും അത് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വില മാറ്റുള്ള ഒരു വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് റേറ്റ് വ്യത്യാസം വന്നിട്ടുള്ള വീഡിയോ ആണ്. പുതിയ നമ്മുടെ അപ്ഡേറ്റഡ് റേറ്റ്സ് ആണ് മാറിയിട്ടുണ്ട്. വണ്ടികളൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം വില കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ വലിയ വണ്ടിക്ക് വില കൂടിയിട്ടുണ്ട് കേട്ടോ. നന്നായി വില കുറഞ്ഞോ, നന്നായി വില കൂടിയോ? അപ്പം ആദ്യം നമുക്ക് പറയാം 2024 CT 110. അതെ, കസ്റ്റമർ നിൽക്കുവാണ്. ഇതിപ്പോ കൊടുത്തേക്കുന്ന വില 60,000 രൂപ. 24 മോഡലാട്ടോ. നിസാര കിലോമീറ്റർ, 12,000 കിലോമീറ്റർ. 60,000 രൂപ ഇത് കച്ചവടമായോ? 60,000 രൂപയ്ക്ക് എഗ്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേറെ മോഡലുണ്ട്, വേറെ മോഡൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങിയാലോ? എവിടെ തുടങ്ങണം? ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ പോവാം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ തുടങ്ങട്ടെ. RTR 310 പുതിയത് മൊത്തം വണ്ടി 2000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമ്മുടെ റേറ്റ് 2,55,000 രൂപയ്ക്ക് കൊടുക്കാം. 2.55. എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. 50,000 രൂപ. ട്രയംഫിന്റെ സ്പീഡ് 400 നമുക്കൊരു 2,67,000 രൂപയ്ക്ക് കൊടുക്കാം. 3,20,000 രൂപ റോഡ് പ്രൈസ് ഉണ്ട്. പുത്തൻ വണ്ടി, 2 മാസം പഴക്കമുള്ളൂ. 2 മാസം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പൊ പുതിയതിന് വില എടുക്കാല്ലേ? പുതിയതിന് 320 ഉണ്ട്. 320 ഉണ്ട്. അത് കിടക്കുന്ന സാധനം ഓഫർ പ്രൈസിൽ കൊടുക്കാം. വെറും 7000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല പക്ക ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടി. 295 ഫൈനൽ കൊടുക്കാം. ഓക്കെ, 2021 മോഡല. വെറും 7000 ഓടിയിട്ടുള്ളൂ. 295 കേട്ടോ. RC 390 രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്. 2022 23 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2,44,000 രൂപയ്ക്ക് കൊടുക്കാം. മോട്ടോ GP എഡീഷന. നോർമൽ എഡിഷൻ വണ്ടി നമുക്കൊരു 2,40,000 രൂപയ്ക്ക് 23 മോഡൽ കൊടുക്കാം. 5000 കിലോമീറ്റർ. 1,25,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ്, പക്ക ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ നിൽക്കുന്ന. ഏതാ മോഡല്? 2018 സിംഗിൾ ഓണർ വണ്ടി. ടോപ്പ് ക്വാളിറ്റി എന്ന് പറയാം കേട്ടോ. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത അത്രയും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടി. രണ്ടും സെയിം ആണോ? അല്ല, 2021 മോഡല് നമുക്കൊരു 1,77,000 രൂപയ്ക്ക് കൊടുക്കാം. മിറർ ഉണ്ട് കേട്ടോ. മിറർ അവൈലബിൾ ആണ്. പിന്നെ BMs എല്ലാം ഓഫർ പ്രൈസ് ആയിട്ടേക്കുന്നത്. ഓഫറാണോ? പുത്തൻ BMW ഒക്കെ 2,80,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 4 ലക്ഷം രൂപ വില വരുന്ന വണ്ടി. അതെ, ഇതാണ് മാറിപ്പോയി. പുത്തൻ ഇതാണ്. ഇതെല്ലാം പുത്തനല്ലേ? ഏതെടുത്താലും എല്ലാം 2,000, 3,000, 1,000 ഏതെടുത്താലും വില കുറവാണോ? ഒരു 2,80,000 തൊട്ട് 3 ലക്ഷം രൂപ റേഞ്ചിൽ കൊടുക്കാം. ഇതാ മോജോ കിട്ടാനില്ല. 1,33,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 മോഡല് 1,33,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, ADV 250 ഞാൻ പറയുന്ന റേറ്റിന് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് എങ്ങും കിട്ടത്തില്ല. 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 1,95,000 രൂപ. കേരളത്തിൽ എവിടെയും കിട്ടാത്ത വണ്ടി. 23 മോഡലാണ്. ഓക്കെ, STയുടെ ഏറ്റവും ന്യൂ എഡിഷൻ ടൂറർ എഡിഷൻ വണ്ടി നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. നിസാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എറണാകുളം വണ്ടി.
അടുത്തത് സൂപ്പർ മീറ്റിയോർ. 6 വണ്ടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 4 സോൾഡ് ഔട്ട് ആയി. പണ്ടത്തെ വീഡിയോയിൽ കണ്ട പോലെ എല്ലാ വണ്ടിയും സോൾഡ് ഔട്ട് ആയി. കാരണം എന്ന് വെച്ചാൽ റേറ്റ് കൂടിയപ്പം സൂപ്പർ മീറ്റിയോറിന് റേറ്റ് ഏകദേശം ഈ വണ്ടിക്ക് ഇപ്പൊ പുതിയ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് 5,46,000 രൂപയുണ്ട്. 5,46,000. നമ്മുടെ വില ഒരു 4,10,000 രൂപയ്ക്ക് കൊടുക്കാം. 4,10. ഇതാവുമ്പോ 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 2025 പുത്തൻ വണ്ടി. 5,26,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാ. ഇത് നമുക്കൊരു 1,00,000 രൂപ കുറച്ച് കൊടുക്കാം. 4,20,000 രൂപയ്ക്ക് കൊടുക്കാം. 4,20,000. ഇലക്ട്രിക് വണ്ടി ഇരിക്കുന്നുണ്ട്. ഇലക്ട്രിക് നമ്മൾ ഒല മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒലയുടെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ അവൈലബിൾ ഉണ്ട്. ഒല നമുക്കിത് S1 Pro ആണ്. ഇത് 97,000 രൂപ വരും. 2032 വരെ വാറന്റി ഉള്ള വണ്ടി കേട്ടോ. ഇനി BMന്റെ ചാകരയുള്ളോ? BMWs നമുക്കൊരു 6 പീസ് ഇരിക്കുന്നുണ്ട്. 6 അതിൽ കൂടുതൽ ഇരിക്കുന്ന ആളാണ്. ഇപ്പൊ കുറച്ച് വണ്ടികൾ എടുത്ത് ആലുവയ്ക്ക് കൊടുത്തു വിട്ടായിരുന്നു. രണ്ടാമത്തെ ഷോറൂമിലുണ്ട്. അപ്പൊ ഇതൊക്കെ മോഡൽസ് നമുക്കൊരു 2.7 തൊട്ട് 3.5 വരെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. പല മോഡൽ വണ്ടികളെല്ലാം തന്നെ BMന്റെ എല്ലാ വണ്ടികളും സർവീസ് ഹിസ്റ്ററി ക്ലിയർ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. സർവീസ് കഴിഞ്ഞ വണ്ടികളായിരിക്കുമല്ലോ. എല്ലാ വണ്ടിയും റീസെന്റ് സർവീസ് കഴിഞ്ഞു വെച്ചേക്കുന്ന വണ്ടികളാണ്. ഷോറൂമിൽ തന്നെ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഒരു നിസാര മാസം പഴക്കമുള്ള ഒരു 2000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന പുത്ത ഹണ്ടർ. 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുത്ത ഹണ്ടർ 2025 മോഡല് 1,00,000. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. കണ്ടീഷൻ 7,000 രൂപ. എത്ര? 1,77. ഇത് ടോപ്പ് എൻഡ് വണ്ടിയാട്ടോ. ടോപ്പ് ഓപ്ഷൻ വണ്ടിയാണ്. 2,08,000 രൂപ. 2,08,000 രൂപ ഓൺ റോഡ് പ്രൈസ്. പുത്തൻ വണ്ടി നിസാര മാസം. ഹിമാലയൻ നമുക്ക് 2022 മോഡല് 2,10,000 രൂപ. ഇനി ഡ്യൂക്കിന്റെ ചാകരയാണോ ഇവിടെ? എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്. ഏതൊക്കെ ഡ്യൂക്ക് ഉണ്ട് നമ്മുടെ അടുത്ത്? 125 ഉണ്ടോ? 125 സ്റ്റോക്ക് ഉണ്ട്. 24 മോഡൽ ഉണ്ട്. പിന്നെ എവിടെ തുടങ്ങണം നമുക്ക്? അവിടെ ഒന്നും കാണിച്ചില്ല അല്ലേ? എന്നാ അവിടെ കാണിക്കാം. നിഞ്ച ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു R3 ഇരിക്കുന്നുണ്ട്. അപ്പുറത്തെ ഡൊമിനോർ ഇരിക്കുന്നുണ്ട് അല്ലേ? നിഞ്ച ഏതാ മോഡല്? നിഞ്ച സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 9,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമ്മുടെ റേറ്റ് വരുന്നത് ഫൈനൽ നമുക്കൊരു 3,10,000 രൂപയ്ക്ക് കൊടുക്കാം. അത്യാവശ്യം ആക്സറീസ് ഒക്കെ കയറ്റിയ ക്ലീൻ വണ്ടിയാണ്. പിന്നെ ലേറ്റസ്റ്റ് എഡിഷൻ R3. ഇത് ഏതാ മോഡല്? 2024 മോഡൽ. ലാസ്റ്റ് മോഡൽ. 4 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 2.6 കൊടുക്കാം. 260. 3,50,000 രൂപ വിലയുണ്ട്. വരുന്നുണ്ട്. ഡൊമിനോർ 2022 മോഡൽ 17,000 ഓടിയിട്ടുള്ളൂ. 1,75,000 രൂപയ്ക്ക് കൊടുക്കാം. 1,75. ഓക്കെ. ഡ്യൂക്ക് ഏതാ ഇരിക്കുന്നത്? ഡ്യൂക്ക് Gen 3 24 മോഡൽ 390. ഓക്കെ. ഈ ഒന്ന് അടുത്തോട്ട് വന്നേ. എന്താണ് ഇതിൽ പ്രത്യേകത? ഒരുപാട് ആക്സറീസ് കയറ്റിയിട്ടുണ്ട്. ഒരുപാട് ആക്സറീസിൽ ഓടി ചെയ്തേക്കുന്ന വണ്ടി കേട്ടോ. ഏകദേശം എത്ര രൂപയുടെ ആക്സസറി? 30,000 രൂപയുടെ ആക്സറീസിൽ ഓടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വില എങ്ങനെ വരുന്നു? നമ്മുടെ റേറ്റ് 2,99,000 രൂപ. 2,99,000. എത്ര ഡൗൺ പേയ്മെന്റ് വരും? 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഒരു 40,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. 24 മോഡൽ എക്സ്പൾസ്. 24 മോഡലാണ്. റേറ്റ് 1,30,000 രൂപ. ഓക്കെ. 25 എക്സ്പൾസ് റാലി. 25 പുത്തൻ വണ്ടി. നമ്മുടെ റേറ്റ് 1,62,000 രൂപ. അതുപോലെ റാലി 23 മോഡലിന് നമ്മുടെ റേറ്റ് 1,40,000 രൂപ. ഓക്കെ. SD അഡ്വഞ്ചർ അഡ്വാൻസ് ആയി. സുസുക്കിയുടെ അഡ്വഞ്ചർ നമ്മുടെ റേറ്റ് വരുന്നത് 1,69,000 രൂപ. 1,69 വരുന്നത്. ഓക്കെ. RC കളൊക്കെ നമുക്ക് ഒരു 1.5 1.6 ആ റേഞ്ചിൽ. ഏതൊക്കെ മോഡൽസ് വരുന്നത് നമുക്ക്? 2021 മോഡൽസ് ആണല്ലോ. നമുക്ക് ഇത്രയും വണ്ടികൾ കൺജസ്റ്റ് ആയതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ പേജിലില്ലേ? എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതൊരു ഡൊമിനോർ വിളിച്ചിരിക്കുന്നു. ഡൊമിനാർ 250 2021. നല്ല ക്ലീൻ പീസ് വണ്ടി. നമുക്കൊരു 1,29,000 രൂപ കൊടുക്കാം. 1,29,000 രൂപയാണ് വരുന്നത്. ഓക്കെ. ഇനി ഇങ്ങോട്ട് പോലെ 390 21 മോഡല് നമുക്ക് 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 2,00,000 രൂപ. 2,50,000 എന്ന് പറയുമ്പോൾ ഒരു 50 രൂപ വരുമല്ലോ ഏകദേശം ഡൗൺ പേയ്മെന്റ്. 40,000 രൂപ ഡൗൺ പേയ്മെന്റ്. അതുപോലെ ഡൊമിനോർ 400 സിംഗിൾ ഓണർഷിപ്പ് ഡൊമിനാർ 400 നമുക്ക് 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. 1,10,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. MTക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്. 1,59,000 രൂപയ്ക്ക് 24 മോഡല്. ഏത് കളർ വേണേലും. ഇനി ബ്ലാക്ക് വേണോ, സിയാൻ ബ്ലൂ വേണോ, വൈറ്റ് വേണോ, ഏത് വേണമെങ്കിലും 1,59,000 രൂപയ്ക്ക് 24 മോഡൽസ് മൊത്തം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള എല്ലാം കാണിച്ചു തരാം. 22 മോഡല് ഡ്യൂക്ക് 390 വെറും 10,000 കിലോമീറ്റർ ഓടിയ ഡ്യൂക്ക് 390. 10,000 കിലോമീറ്റർ. എന്താ വില? 2,50,000 രൂപ. 2,50,000 രൂപ. കേരളത്തിലെ ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി ആരും തരാൻ പോകുന്നില്ല. ഓക്കെ.
അതിന്റെ ബാക്കിൽ മൊത്തം അഡ്വഞ്ചർ സീരീസ് അല്ലേ ഇരിക്കുന്നത്? അഡ്വഞ്ചർ സീരീസ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുക. ഏതൊക്കെ മോഡൽസ് ആണ് നമുക്ക് ഓടിച്ചിട്ട് പറഞ്ഞു? 21, 23, 24. 24 ഒക്കെ നമുക്ക് ഒരു 2,99,000 രൂപയ്ക്ക് കൊടുക്കാം. 299. ഏകദേശം 50 രൂപ ആണ് വരൂല്ലേ ഡൗൺ പേയ്മെന്റ്? 55 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ 23 മോഡൽ ഡൊമിനാർ 400 നമുക്ക് 185 കൊടുക്കാം. 185 കൊടുക്കാം. ആ ജാവ ലേറ്റസ്റ്റ് എഡിഷൻ ഒക്കെ നമുക്കൊരു 145 കൊടുക്കാം കേട്ടോ. ഇപ്പം വരുന്ന ജാവ 1,45,000 രൂപ. 1,45,000 രൂപ. ഒരു SD 3 ഇരിക്കുന്നുണ്ടല്ലോ. SD-യുടെ സ്ക്രാംബ്ലർ നമുക്ക് 3 സ്റ്റോക്ക് ഉണ്ട്. മഞ്ഞയുണ്ട്, റെഡും ഉണ്ട്. 1,25,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 1,25,000 തൊട്ട് 1,43,000 രൂപ വരെ. 43 വരെ വരും. ഏകദേശം മോഡലിനാണ് 30 രൂപ മതിയാവുന്നുള്ളൂ. 30 രൂപ മതി. ഓക്കെ. ഒരു ബുള്ളറ്റ് 2022 പുതിയ മോഡല് നമുക്കൊരു 1,59,000 രൂപ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? നമ്മുടെ കണ്ട വണ്ടികളൊക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. MD അതുപോലെ 24 മോഡല് ബ്ലാക്ക് വണ്ടി 1,59,000 രൂപ. ഓഫർ പ്രൈസില്ല. ഏത് കളർ എടുത്താലും ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് ഡ്യൂക്കുകൾ 390 24 മോഡല് ഇത് ആ പറഞ്ഞ പോലെ ആ ഒരു 295 ഒക്കെ 295 വരും അല്ലേ? പിന്നെ 2,60,000 രൂപയ്ക്ക് Gen 3 390 2,60,000 രൂപ. ഓണർഷിപ്പ് വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ല. 23 മോഡലാണ്. പക്കാ ക്വാളിറ്റി വണ്ടി. ക്വാളിറ്റി വണ്ടിയാണ്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ എല്ലാം എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളൊരു 15 ഡേയ്സ് നിങ്ങൾക്ക് ചെക്കിംഗ് വാറണ്ടി വരുന്നുണ്ട്. എല്ലാ വണ്ടിക്കും ഉണ്ടോ? എല്ലാ വണ്ടിക്കും ചെക്കിംഗ് വാറണ്ടി തരുന്നുണ്ട്. 15 ഡേയ്സ്. ഇതിനുള്ളിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ഒന്നും കൂടെ പറയാം, നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോണ്ട് എടുക്കുന്ന ഒരു സാധനത്തിനും വാറണ്ടി ഉണ്ടാവത്തില്ല. കാണാതുള്ള എല്ലാ സാധനം ഇൻക്ലൂഡിങ് ബാറ്ററി, സെൻസേഴ്സ്, എഞ്ചിൻ പരമായിട്ടുള്ള ഇഷ്യൂസ് ഇതെല്ലാം ഇതുപോലെ കണ്ടോണ്ട് എടുക്കുന്ന ഈ ബോഡി പാർട്സിലെ വേറെ എന്തെങ്കിലും വല്ല പൊട്ടലോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ടയർ കണ്ടീഷൻ കുറച്ച് കുറവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും വാറണ്ടി നമുക്ക് തരാൻ സാധിക്കത്തില്ല. കൂടുതലും ബോഡി പൊട്ടലും കാര്യങ്ങളൊന്നും ഇവിടുന്നുള്ള വണ്ടികൾക്ക് ഒന്നിനും ഉണ്ടാവില്ല. ക്വാളിറ്റി വണ്ടികളെ കൊടുക്കാറുള്ളൂ. ഡ്യൂക്കിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഡ്യൂക്ക് 200 നമുക്ക് 25 മോഡലൊക്കെ ഒരു 185 ഒക്കെ വരുന്നുള്ളൂ. 25 മോഡലൊക്കെ 185 ഒരു 30-40 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അതുപോലെ 250 ഡ്യൂക്ക് ഒക്കെ എല്ലാവരും വിൽക്കുന്നത് 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ BS4 വിൽക്കുന്നത് 19 ABS. നമ്മൾ കൊടുക്കുന്ന ഒരു 1,36,000 രൂപ. ഓക്കെ. മറ്റാരും കൊടുക്കാത്ത വിലയിൽ നമ്മൾ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലുള്ള 24 മോഡല് ഡ്യൂക്ക് 250 ഒക്കെ നമുക്കൊരു 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. 90. അപ്പോൾ ഇതെല്ലാം ഡ്യൂക്കുകളാണ്. മൊത്തം ഏകദേശം ഈ പറഞ്ഞ ബഡ്ജറ്റ് തന്നെയാണ് എല്ലാ വണ്ടികളുടെയും. ഓക്കെ. A to Z എല്ലാം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂട്ടി പോകും. അതുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് പറയാം. കാരണം ഇത് മാത്രമല്ല, നമ്മുടെ അപ്പുറത്ത് ഇഷ്ടം പോലെ വണ്ടി ഇരിക്കുന്നില്ല. ഏതൊക്കെ ഇരിക്കുന്നുണ്ട്? മൈലേജ് വണ്ടി എല്ലാം നമുക്ക് കാണിക്കാം. എല്ലാം കാണിക്കാം. വെർഷൻ 3 ആണ് ഈ ഇരിക്കുന്ന രണ്ടും. 21 24 ആണ് ഇരിക്കുന്നത്. 21 22 24 ആയിരിക്കുന്നത് കേട്ടോ. 21 മോഡൽ നമുക്കൊരു 1.15, 22 മോഡൽ 1.15, 24 മോഡൽ 1.35 കൊടുക്കാം. ബാക്കിൽ V4 അല്ലേ ഇരിക്കണ? റെഡ് ബാക്കിൽ V4 ഉണ്ട്, V3 ഉണ്ട്. V4 ഒക്കെ ഏത് മോഡൽസ് വരും നമുക്ക്? V4 ഒക്കെ നമുക്കൊരു 1.20 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2022 ഒക്കെ ഒരു 1.15 1.20 ആ റേഞ്ച്. 1.20 1.15 റേഞ്ചിൽ വരുന്നതാണ്. V4 ഒക്കെ ഈ 24 മോഡലൊക്കെ ഫുൾ ബ്ലാക്ക് വണ്ടിയൊക്കെ നമുക്ക് 1,59,000 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. 59 ഒരു 30-40 രൂപ ഡൗൺ പേയ്മെന്റ് പറഞ്ഞാണ്. ഇതൊക്കെ നിങ്ങൾ ഏത് വേണേ എടുത്തു 1.59 തരും. 24 മോഡൽ ഏത് കളർ വേണേലും ഇരിക്കുന്നു. വേറെ കളർ വണ്ടികളൊക്കെ MT 1 2 3 4 5 5 ഉണ്ടല്ലേ? MDs എല്ലാം 24 ആണ്. 24 ആണ്. എല്ലാത്തിനും സെയിം വില വരുന്നത്. 24 ആണ്. എല്ലാം നിങ്ങൾക്ക് 159 159 ഇഷ്ടം പോലെ MT ഇരിക്കുന്നുണ്ട്. RS ഒരെണ്ണം തപ്പി നടക്കുന്നവർക്ക് കേട്ടോ. ലോ കിലോമീറ്റർ 13,000 കിലോമീറ്റർ ഓടിയ RS 2020 മോഡല്. റേറ്റ് കുറച്ച് കൂടുതലാണ്, കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടി. BS4 തപ്പി നടക്കുന്നവർക്ക് 1.10 ഫിനാൻസ് കിട്ടുമല്ലോ നമുക്ക്. 2010 ഏത് വർഷം മുതൽ? 25 രൂപ ഡൗൺ പേയ്മെന്റ് 15 മുതലാണോ? നമുക്ക് 16 തൊട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഈ എല്ലാം നമുക്കൊരു 125 തൊട്ട് 159 ആണ് മാക്സിമം റേറ്റ് വരുന്നത്. 24 മോഡലിലാണ് 159 വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും പറയാനുണ്ടോ വണ്ടികൾ? നമുക്ക് ഇത് നമുക്ക് ഓൾറെഡി പറഞ്ഞായിരുന്നു.
ഡ്രോണിന് സ്റ്റാൻഡേർഡ് ബുള്ളറ്റുകളൊക്കെ കുറച്ച് വരുന്നുണ്ട്. 24 മോഡലൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് ഒരു 1,69,000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. 1,69,000 സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്. ഏറ്റവും BM ആണ് ഇരിക്കുന്നത്. അതെല്ലാം BMs ഒക്കെ ഏതൊക്കെ? BMs എല്ലാം നമുക്ക് ഒരു 2 ലക്ഷം രൂപ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. 2021-22 മോഡൽസ് ഒക്കെ. പിന്നെ ഓല നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓല ഇരിക്കുന്നുണ്ട് ഒരുപാടെണ്ണം നമ്മുടെ അപ്പൊ നമുക്ക് അപ്പുറത്ത് പോയിട്ട് ബാക്കി വണ്ടികൾ ഒരു വണ്ടികൾ കാണിച്ചു തരാം. വണ്ടികളുണ്ട് ഇവിടെ. 24 മോഡല് സ്റ്റെൽത്ത് ബ്ലാക്ക്, ഏറ്റവും കൂടിയ വണ്ടി. 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ 1,98,000 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 98 എന്ന് പറയുമ്പോൾ 40-50 രൂപ ഏകദേശം ഡൗൺ പേയ്മെന്റ് വരും അല്ലേ? ഒരു 40 രൂപ മതി. വാല്യൂഷൻ അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട എല്ലാ വണ്ടികളും നമുക്ക് ഫിനാൻസ് കിട്ടുന്നതാണ്. നമുക്ക് ബാക്കിൽ പോയിട്ട് മൈലേജ് വണ്ടികളും കുറച്ച് സ്കൂട്ടേഴ്സും കണ്ടാലോ? അതെ. ഓക്കെ. അപ്പൊ അതേ പുറത്തേക്ക് വരുമ്പോൾ V4 ഉണ്ടല്ലോ. V4 ഇപ്പൊ അഡ്വാൻസ് ആയി 1,20,000 രൂപയ്ക്ക് കൊടുക്കും. 20,000 രൂപ അഡ്വാൻസ് ആയി. ഇതെല്ലാം ഇന്ന് വന്നതാണ്. അപ്പൊ 2024 മോഡല് ഫാസിനോ 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000 രൂപ വരുന്നുള്ളൂ കേട്ടോ. 80,000 മോഡല് പുത്തൻ വണ്ടിയൊക്കെ. ഓക്കെ. SD ഒക്കെ നമുക്ക് ഒരു 1,25 മാത്രമേ വരുന്നുള്ളൂ. SD റോഡ്സ്റ്റർ ഒക്കെ 250 ഡൂക്ക് 2017 നമുക്ക് ഒരു 1,15 കൊടുക്കാം കേട്ടോ. മീറ്ററൊക്കെ വർക്ക് ചെയ്യുന്ന പക്ക കണ്ടീഷൻ വണ്ടി. കിട്ടത്തില്ല. ട്രയൽസ് വെറൈറ്റി സാധനം ഉണ്ടല്ലോ. ഒരു വെറൈറ്റി സാധനം വേണ്ടേ? ട്രയൽസ്. ഓക്കെ. മോഡൽ വണ്ടി 2019 മോഡല് 1,22,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. ട്രയംഫിന്റെ ഒരു സാധനം ഇരിക്കണ്ടല്ലോ. ട്രയംഫിന്റെ ടൈഗർ 13 ലക്ഷം രൂപ. 13 ലക്ഷം. ഇത് ഞാൻ പിന്നെ പേഴ്സണലായിട്ട് ഞാൻ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടി ഇതാ. അപ്പൊ ഈ വണ്ടി കൊടുക്കും നമ്മള്? കൊടുക്കും. 23 മോഡല് 13 ലക്ഷം. 13 ലക്ഷം. 13 ലക്ഷം എന്ന് പറയുമ്പോ എത്ര നമുക്ക് ഫിനാൻസ് കയറും ഇതിന്? അതിൽ 9 ലക്ഷം രൂപ ഫിനാൻസ് കയറും. 9 ലക്ഷം ഫിനാൻസ് കിട്ടൂല? അതെ അതെ. അപ്പൊ ബാക്കി ഏകദേശം 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ്. 4 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ്. ഓക്കെ. അതുപോലെ വേറൊരു വണ്ടി കാണിച്ചു തരാം കേട്ടോ. 2019 ഡൊമിനാർ UG. അതേ ഇരിക്കണം. അതാണ് 2019 UG പക്ക ക്വാളിറ്റി വണ്ടി. നമുക്ക് റേറ്റ് വരുന്നത് 1,19,000 രൂപ. 1,19,000 രൂപ അല്ലേ? ഏകദേശം ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവും. ഗൺമെറ്റിലാണെങ്കിലോ? ഗൺമെറ്റിൽ 2019 1,20 എന്ന് പറയുമ്പോൾ 20 രൂപയൊക്കെ മതിയാവുന്ന തോന്നുന്നു ഏകദേശം. ഓക്കെ. നമ്മുടെ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കുഴപ്പമില്ല. അപ്പൊ നമ്മ ഈ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഏകദേശം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഇപ്പം 3,500 കിലോമീറ്റർ ആയിട്ടുണ്ട്. 3,500 കിലോമീറ്റർ ഓടിയ ലെജൻഡർ ആണ് ഇത്. ലെജൻഡർ അല്ല, ഇത് സിഗ്മ ടോപ്പ് എൻഡ് വണ്ടി. സിഗ്മ ടോപ്പ് എൻഡ് ആണ്. എത്ര കിലോമീറ്റർ ആണ്? 3,000 കിലോമീറ്റർ. 3,500 കിലോമീറ്റർ ഇപ്പൊ ആയിട്ടുണ്ട്. 3,500 കിലോമീറ്റർ ഓടിയാണ്. അപ്പൊ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. മൈലേജ് ആണ് എല്ലാവർക്കും പറയുന്ന ഇഷ്യൂ. ഇപ്പൊ പറയണം, നമ്മുടെ വീഡിയോയിൽ ഹൈലൈറ്റ് കാര്യം പറയട്ടെ. ഇത് ഹൈബ്രിഡ് വണ്ടിയാ. മൈലേജ് എന്റെ അടുത്ത് എല്ലാവരും വിളിക്കുമ്പോഴേ ചോദിക്കുന്നതിന് മൈലേജ് എത്ര ഉണ്ടെന്ന്. ഫസ്റ്റ് സർവീസിന് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു മൈലേജ് ഇല്ലാത്ത വണ്ടിയാണ്. 8 കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പം നമുക്ക് 9.7 9.8 ആണ് ലോക്കലി കിട്ടുന്നത്. ട്രാഫിക്കില് നമ്മള് ലോങ് പോയപ്പോൾ കോയമ്പത്തൂരൊക്കെ പോയപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു 12.5 13 കിട്ടുന്നു. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇത്രയും കിലോമീറ്ററോടെ അനുഭവം ഇദ്ദേഹം വെളിപ്പെടുത്തുന്നതായിരിക്കും, എക്സ്ക്ലൂസീവ് ആയിട്ട് വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ അതേ വണ്ടികൾ വേറെ ഇരിക്കുന്നുണ്ട്. ഒരു 2023 മോഡൽ പൾസർ 150 നമുക്കൊരു 83,000 രൂപയ്ക്ക് കൊടുക്കാം. 83,000 രൂപ. NS 200 നമുക്ക് ഒരു 60,000 രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി. അതേതാ മോഡല്? 2017 മോഡൽ. 2017. അടുത്ത ക്വാളിറ്റി വണ്ടി. CNG വണ്ടി നമുക്ക് ഒരു നല്ല മാർക്കറ്റ്. എത്ര വണ്ടി? ഏകദേശം ഒരു 8 വണ്ടിയോളം നമ്മളിപ്പോൾ കൊടുത്തു. ഫ്രീഡം അത്രയും മാർക്കറ്റ് ഉണ്ട്. കൊണ്ടുപോയവരെല്ലാം നല്ല അഭിപ്രായം. ഇത് ലേറ്റസ്റ്റ് എഡിഷൻ വണ്ടിയാണ്. 1,34,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നമ്മുടെ റേറ്റ് വരുന്നത് 92,000 രൂപ. 7,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 92,000 രൂപയ്ക്ക് നമുക്ക് CNG എത്ര കിട്ടും ഓട്ടം അറിയാമോ? CNG 80 കിലോമീറ്റർ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ. അടുത്തത് മൈലേജ് വണ്ടി CT 2024 മോഡല് 60 രൂപ. 60,000 രൂപ. 2024 FC 1,10 മോഡൽ 29 രൂപയ്ക്ക് കൊടുത്ത്. അതേതായിരുന്നു മോഡല്? 2015 മോഡൽ. നല്ല വണ്ടിയായിരുന്നു. നല്ല ക്ലീൻ വണ്ടിയായിരുന്നു. നമ്മുടെ കുറഞ്ഞ വണ്ടി ഏതായിരുന്നു? കുറഞ്ഞ വണ്ടി ഒരു 2 വണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ കുറഞ്ഞ വണ്ടികളുടെയും മൈലേജ് വണ്ടികളുടെയും കലവറയുള്ളൂ ഇങ്ങോട്ട് മൊത്തം. അതെ. ഇതെല്ലാം കൂടെ പറയാൻ നിന്നാ ഓടിച്ചിട്ട് ഓടിച്ചു പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഓലകള്. ഇത് ഓലക്ക് നമുക്കൊരു 57,000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2028 വരെ വാറന്റി ഉള്ള വണ്ടി കേട്ടോ. 2028 വരെ വാറന്റി. ഒന്നും നോക്കാനില്ല.
ഫിനാൻസ് കിട്ടോ? ഫിനാൻസ് കിട്ടും. ഇപ്പം ബൈക്ക് ബസാർ എന്ന് പറയുന്ന ഒരു ഫിനാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 2 ആഴ്ചത്തേക്ക് ലോഗിൻ നിർത്തി വെച്ചേക്കുക. പൊതുവെ അറിഞ്ഞായിരുന്നു അവർക്ക് എന്തോ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് കുറച്ച്. അപ്പോൾ അവർ കംബാക്ക് ആവുമ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യാം. കംബാക്ക് ആവും, വിതിൻ 2 വീക്സ് അവർ തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആക്റ്റീവ ഉണ്ട് 2021 മോഡൽ, 21,000 രൂപ 60 സിംഗിൾ ഓണർ വണ്ടി. എന്ത് വില കൊടുക്കും? നമുക്ക് ഒരു 61,000 രൂപയ്ക്ക് കൊടുക്കാം. 61,000 രൂപ കൊടുക്കാം. ഈ ഫാസിനോ 2019 ഒരു 44 കൊടുക്കാം. നല്ല കളറാണ് കേട്ടോ ഫാസിനോ. കുറഞ്ഞ വണ്ടി പ്ലഷർ, നല്ല ക്ലീൻ വണ്ടി. എന്താ കുറഞ്ഞ 2013 വണ്ടി 21 രൂപ. 21,000 രൂപക്ക് നല്ല വണ്ടി ഇരിക്കുന്നുണ്ട്. 2015 റേ 27 രൂപ. 27. എയറോക്സ് ഒക്കെ എയറോക്സ് ഒക്കെ നമുക്ക് ഒരു 1.10 ഒരു 1.20 2022 23 വണ്ടികളാണ്. ഓക്കെ. ഇത് പുതിയ എയറോക്സ് അല്ലേ? അതെ, പുതിയ എയറോക്സ്. ഏതാ മോഡൽ? ലേറ്റസ്റ്റ് എഡിഷൻ സ്മാർട്ട് കീ വരുന്നത് നമുക്കൊരു 1.43 കൊടുക്കാം. അതേ ഒരു ബർഗുമാൻ ഇരിക്കുന്നുണ്ട്. കാണാത്ത വണ്ടികൾ കാണുമ്പോൾ നമുക്കൊരു 79,000 രൂപയ്ക്ക് കൊടുക്കാം. 23 മോഡലാണ്. ഇത് ഫാസിനോടെ കളക്ഷൻസ് ഫാസിനോസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് മാക്സിമം റേറ്റ് വരുന്നത് ഒരു 82 രൂപ. ഏതൊക്കെ മോഡൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്? 22, 23, 24 എല്ലാം ഇരിക്കുന്നത്. 72 64 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. ഓക്കെ. 4,000 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എൻടോർക്ക് ഇത് ഏതാ മോഡൽ? എൻടോർക്ക് 24 മോഡൽ 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80,000 കൊടുക്കാം. കുറച്ച് 23 മോഡലൊക്കെ ഒരു 76,000 രൂപയ്ക്ക് കൊടുക്കാം. എൻടോർക്ക് കൂടി ഇരിക്കുന്നുണ്ടല്ലേ? 76,000. സൂം 24 മോഡൽ നമുക്കൊരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ അതിന്റെ കാര്യം പറയാം, ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടൊന്നും ഇരിക്കുന്നുണ്ട്. ജൂപ്പിറ്റർ ഒക്കെ നമുക്ക് ഒരു 24 മോഡലൊക്കെ ഒരു 72,000 രൂപയ്ക്ക്. 72,000. പിന്നെ അവിടെ റേ ഇരിക്കുന്നുണ്ട്. 74 റേ സെഡാർ അത്രയും കളക്ഷൻ ഉണ്ട്. ഓക്കെ. എല്ലാം 24 മോഡൽസ് ആയിരിക്കുന്നത്. എല്ലാത്തിനും എന്ത് വില? നമുക്കൊരു 79,000, 78,000, 75,000 ആ ഒരു ബഡ്ജറ്റ്. എല്ലാം പുത്തൻ വണ്ടികളാണ്. ഈ എക്സ്ട്രീം ഏതാ? പുതിയ മോഡലാണോ? എക്സ്ട്രീം ഏറ്റവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, CNG പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഇത് കഴിഞ്ഞ ദിവസം മാത്രം വന്ന വണ്ടിയാ. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,36,000 രൂപ വിലയുള്ള വണ്ടിയാ. 1000 കിലോമീറ്റർ ഓടിയ ഫ്രഷ് വണ്ടി. എന്ത് വിലക്ക് നമ്മൾ കൊടുക്കും? നമ്മൾ 92,000 രൂപ. 92,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കുന്നതാണ്. ജിക്സറുകൾ കുറച്ചിരിക്കുന്നുണ്ടല്ലോ. ജിക്സറുകൾ പുത്തൻ വണ്ടികളെല്ലാം ഇരിക്കുന്നത്. ഓക്കെ. ഇതെല്ലാം ജിക്സർ ആണോ? എല്ലാം ഏകദേശം 2,000, 3,000 ഒക്കെ കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടികളാണ്. ഓക്കെ. എല്ലാം ഒരു 1.10, 15 ആ റേഞ്ചിൽ. എല്ലാം പുത്തൻ വണ്ടികളാണ് കേട്ടോ. ശരി ശരി. ഈ ജിക്സർ നമുക്കൊരു 64,000 രൂപയ്ക്ക് കൊടുക്കും. അതേതാ മോഡല്? 2020 വണ്ടി. 23 മോഡല് നമുക്കൊരു 87,000 രൂപയ്ക്ക് കൊടുക്കാം. 23 മോഡൽ. NSന്റെ കാര്യം പറഞ്ഞാലോ? NS അതുപോലെ ഏതൊക്കെ മോഡൽസ് ഉണ്ട് നമ്മുടെ? അതുപോലുള്ള മോഡൽസ് ഒക്കെ ഉള്ളത്. NS 160 ഒക്കെ നമുക്കൊരു 23 മോഡൽ ഒരു 88, 21 മോഡൽ ഒരു 74 അതുപോലുള്ള റേഞ്ചിൽ കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി നമുക്കൊരു 79 രൂപയ്ക്ക് കൊടുക്കാം. 79,000 കൊടുക്കാം. ABS വണ്ടി 2018 മോഡല്. ഓക്കെ. വേറെ ഇപ്പോ കാണിക്കാൻ ഒരു RS ഇരിക്കുന്നത് ഇപ്പൊ അഡ്വാൻസ് ആയിരിക്കാണ്. ഓക്കെ. അതല്ലേ? അഡ്വാൻസ് ആയല്ലേ? എക്സ്പ്രസ് ഏതാ മോഡൽ? എക്സ്പ്രസ് ഒരു ഇൻഡിക്കേറ്റർ റീപ്ലേസ് ചെയ്യാനുണ്ട്. ഇപ്പൊ കണ്ടാണ് മാറ്റി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. വണ്ടി ഇത്രയും കൺജസ്റ്റ് ആയതുകൊണ്ട് മാറ്റുമ്പോൾ സംഭവിച്ചായിരിക്കും. ഗ്ലാമർ ഒക്കെ പുത്തൻ വണ്ടിയാ. 1,000, 2,000 ഒക്കെ ഓടിയ വണ്ടികളാ. 80 രൂപ റേഞ്ചിൽ 80 രൂപ കൊടുക്കാം. വേറെ എക്സ്പൾസ് 200T പുത്തൻ വണ്ടി നമുക്കൊരു 94,000 രൂപയ്ക്ക് കൊടുക്കാം. 94 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും വെറൈറ്റി വണ്ടികൾ കാണിക്കാറുണ്ട്? ഇത്രയും വണ്ടികൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. 24 മോഡൽസ് ഇനി നമ്മുടെ റേഡിയോൺ ഉണ്ട്. റേഡിയോൺ ഉണ്ട്, റൈഡർ ഉണ്ട്. അതൊക്കെ എന്ത് വില വരും? റേഡിയോണിനൊക്കെ നമുക്കൊരു 59,000 രൂപയ്ക്ക് 24 മോഡൽ കൊടുക്കാം. 59,000 കൊടുക്കാം. ഈ വണ്ടിയാണെങ്കിൽ അവഞ്ചർ പ്ലാറ്റിന ABS ഇരിക്കുന്നുണ്ട്. 64,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി ഈ അവഞ്ചർ ഈ വണ്ടി നമുക്കൊരു 69,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. ഓൾമോസ്റ്റ് നമ്മുടെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇല്ലാത്ത വണ്ടികളില്ല എന്ന് പറയാൻ പറ്റുമോ? എല്ലാ വണ്ടികളും നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ജാവ ഇരിക്കുന്നുണ്ട്. ജാവ നമുക്കൊരു 84,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഏതാ മോഡല്? 2020. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ വണ്ടികളും ഉണ്ടെന്നുള്ളൂ. സ്കൂട്ടേഴ്സ് ആണെങ്കിൽ എല്ലാ കളക്ഷൻസും ഉണ്ട്. മൈലേജ് ഉണ്ടെങ്കിലും ബൈക്സും എല്ലാം. ഡുക്കിന്റെ എല്ലാ കളക്ഷൻസും ഉണ്ടല്ലോ. BMs ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ആലുവ ഔട്ട്ലെറ്റിൽ അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. അവിടുത്തെ വീഡിയോ ചെയ്യണം നമുക്ക്. നമ്മള് ആക്ച്വലി അവിടെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷെ ഇവിടെ കളക്ഷൻ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അവിടുത്തെ വീഡിയോ ചെയ്തിട്ട് ഇന്ന് നമ്മള് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ ഷോറൂമിന്റെ മാനേജർ ഉണ്ട്, പുള്ളി പോയേക്കോ. അപ്പൊ ഒരുപാട് വണ്ടി ഇന്ന് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇവിടത്തേക്കാണോ? ഇവിടത്തേക്ക് എടുത്തേക്കുന്നത്. ഏകദേശം
30-35 വണ്ടിയോളം ഇന്ന് നമ്മൾ സ്റ്റോക്ക് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വണ്ടി വരാനുണ്ട് നമുക്ക്? എല്ലാം നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്നത് നമുക്ക് ചെറുവണ്ടി കുറവായതുകൊണ്ട്, ഈ മൈലേജ് സെഗ്മെന്റിലുള്ള വണ്ടികൾ കുറവായതുകൊണ്ട് സ്കൂട്ടർ ഇപ്പൊ കുറഞ്ഞു. അതുകൊണ്ട് മെയിൻ ആയിട്ട് ആ ഒരു സെഗ്മെന്റിലുള്ള വണ്ടികൾ സ്കൂട്ടർ ഇഷ്ടമായി ഉണ്ടായതാണ്, കൊടുത്തു തീർത്ത് ആ ഒരു GST ഇത് വന്നപ്പം എല്ലാം ഇപ്പൊ ഈ പറഞ്ഞ റേറ്റിനാണ് കൊടുത്തത്. എല്ലാം ഒരു 75-79 ആ റേഞ്ച്. കാരണം നേരത്തെയൊക്കെ ഫസിനോയൊക്കെ 1.23 ഉണ്ടായിരുന്ന വണ്ടി നേരെ 1,10,000 ആക്കി. നമ്മളതിനനുസരിച്ചിട്ട് 90 രൂപയ്ക്ക് വിറ്റോണ്ടിരുന്ന വണ്ടി 88 രൂപയ്ക്ക് വിറ്റോണ്ടിരുന്ന വണ്ടി 78-80 ആ റേഞ്ചിലോട്ട്. 80,000 രൂപയൊക്കെ നമ്മൾ ഈ 24 മോഡലിന് പറയുന്നത് കിലോമീറ്റർ നിസ്സാരം ഓടിയേക്കണം. 3,000-5,000 ഒക്കെ ഓടിയിട്ടുള്ളൂ. അത്രയൊക്കെ ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടികൾക്കെല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കും. വേറെ കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. കഴിഞ്ഞ മാസം നമ്മൾ എത്ര വണ്ടി വിറ്റു? കഴിഞ്ഞ മാസം നമ്മള് 184-190 എന്തോ. ഇവിടെ മാത്രം ഇല്ല, രണ്ടിടത്തോടെ ഏകദേശം ഓൾമോസ്റ്റ് 200ഓളം വണ്ടികൾ നമ്മൾ വിൽക്കുന്നുണ്ട്, ആവറേജ് വിൽക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം എല്ലായിടത്തും കുറച്ച് സെയിൽ ഡൗൺ ആയിരുന്നു, GST ഇഷ്യൂ വന്നു. അതിന്റെ ഒന്ന് കരകയറി ഇപ്പൊ സെറ്റ് ആയവരെയാണ്. ഈ മാസം ഇപ്പൊ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം 60 വണ്ടിക്ക് മേലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഇപ്പൊ ഉണ്ടോ? ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ നമുക്ക് ഫിനാൻസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ പേജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് അതിൽ എല്ലാ വണ്ടികളുടെ ഡൗൺ പേയ്മെന്റ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം സ്പെഷ്യൽ ഓഫർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓഫർ പ്രൈസിലാണ് പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും സ്പെഷ്യൽ അപ്ഡേഷൻ വരുമ്പോൾ ആളെ 48 ഹവേഴ്സിന്റെ ഒരു ഓഫർ കണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ വണ്ടികളെല്ലാം പോയി. ശരിയാണ്, എക്സ്ക്ലൂസീവ് ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. മറ്റു ഷോറൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കതൊക്കെ ഷെയർ ചെയ്ത ആൾക്കാരും കൊടുക്കാം, എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. അച്ചു ബ്രോ, താങ്ക് യു. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. കലൂര് കത്രിക്കടവ് റോഡില് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിന്റെ മുന്നിൽ തന്നെ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. രണ്ടാമത്തെ ഷോറൂം ആലുവയിൽ മെട്രോപൊളിറ്റൻ നമ്പർ 172 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ വേണമെങ്കിലും എത്തിപ്പെടാം. ഇവിടെ ഇരിക്കുന്ന വണ്ടി ഒരു കസ്റ്റമർ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ലൊക്കേഷൻ അനുസരിച്ച് അവിടെ ഇവിടെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരാം. ഏത് വണ്ടി? 2 പേജ് ഉണ്ട്. 2 പേജിലും ഡിഫറെന്റ് വണ്ടികളായിരിക്കും. 2 പേജിലും നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫറും കാര്യങ്ങളും ഒക്കെ വരും. പെട്ടെന്നുള്ള ഓഫറുകൾ നമ്മൾ ഇടാറുണ്ട്. 24 hours 48 hours ഒക്കെ പെട്ടെന്നുള്ള ഓഫേഴ്സ് ഇടാറുണ്ട്. അതിൽ മാക്സിമം നമ്മൾ വണ്ടിക്ക് വില കുറച്ച് കൊടുക്കാറുണ്ട്. മാക്സിമം വില കുറച്ചിട്ട് വണ്ടികൾ കൊടുക്കുന്നത്. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് അടുത്ത ഷോറൂമിൽ വീഡിയോ കാണാം. അതുവരെ ബൈ കൊടുത്താലോ. അപ്പം ലെക്സ് മോട്ടോർ 02 കാണാം. ബൈ.